വെരി ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ തോളത്ത് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് പോയി എന്തൊരു വെയിറ്റാണ് കഴിക്കുന്നറിയോ. അയ്യോ, വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള ഒരു സ്ഥലത്തും വൃത്തിയില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. നോൺ വെജിറ്റേറിയൻസും കൂടി വരുന്നതായിട്ട് തോന്നുന്നില്ല. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമല്ല. കേരളത്തിലെ ജനസംഖ്യയുടെ 70% ഞാൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും ദോശ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾ ദോശ ഉണ്ടാക്കിയാൽ ഭയങ്കര ക്രിസ്പിനെസ്സാണ്. ആർക്കും നല്ലൊരു എടുക്കാൻ പറ്റില്ല. അതിനൊരു ഗ്രേസ് വേണം. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, ഞാനതിൽ ഇടപെടുന്നില്ല. എൻ്റെ ഭക്ഷണത്തിൽ അവരും ഇടപെടുന്നില്ല. പിന്നെന്ത് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളിൽ അവർക്ക് എന്തിനാണ് ഇതിൻ്റെ അകത്തൊരു ഡിസ്ക്രിമിനേഷൻ? പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഒരു സദ്യ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നരേന്ദ്രമോദിക്ക് ഞാൻ കൊടുത്തത് BJPയുടെ നാഷണൽ കൗൺസിൽ കോഴിക്കോട് വെച്ച് നടന്നപ്പോഴായിരുന്നു. അന്ന് സുരേഷ് എന്ന് പറഞ്ഞ ബാംഗ്ലൂരുകാരനാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്നെ സദ്യ ഏൽപ്പിച്ചിരുന്നത്. നമ്മുടെ സദ്യ ട്രഡീഷണൽ സദ്യ, വെജിറ്റേറിയൻ സദ്യ, അത് വെജിറ്റേറിയൻ വിഭവങ്ങളാണ്. അപ്പോൾ ഓണ സദ്യ പോലെ തന്നെ അദ്ദേഹം ഇവർ മാത്രം കേന്ദ്രമന്ത്രിമാരെല്ലാവരും ഒരു സെപ്പറേറ്റ് ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഞാൻ പറയും എന്നെ കയറ്റുവാണ്, ഞാൻ പാചകം ചെയ്യുന്ന ആളെന്നാണ്. അപ്പോഴും SPG സമ്മതിച്ചില്ല. മാത്രമല്ല ഞങ്ങൾക്ക് പാചകമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. 4 പേര് തോക്കുമായിട്ട് കാറ്റ് നിൽക്കുക. നമ്മളിങ്ങനെ ഒരു പാചകം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് മാറുന്നു, ബാത്റൂമിൽ പോകാൻ മതി, കൂടുതലൊരാൾ കൂടുതൽ വരും. വേറെ രക്ഷമില്ല. അതിനകത്ത് ഏറ്റവും അല്പമായിട്ട് തോന്നിയ വേറെ സംഭവം, നമ്മൾ അവിയലിന് സാധാരണ ഞങ്ങളൊക്കെ അവിയൽ വയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിയൽ ബാക്കിയുള്ള എല്ലാം കുക്കിംഗ് ആയിക്കഴിഞ്ഞാൽ ഒരു 70% കുക്കിംഗ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങക്കായലേ ഇടുള്ളൂ. നല്ല ഭാഷ. കാരണം അത് മുരിങ്ങക്കായ ഈ കടിച്ച് ഇങ്ങനെ വലിക്കുന്ന അത് ഒരു ശീലമാണല്ലോ. അപ്പോൾ അധികം ബോയിൽ ചെയ്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ വേവും വേണം. അതുകൊണ്ട് ലാസ്റ്റ് ടൈമിലാണ് മുരിങ്ങക്കായ ഇടുക. ഇവർക്ക് സാധനം ടെസ്റ്റ് ചെയ്യണം, എല്ലാ ഫുഡും ടെസ്റ്റ് ചെയ്യണം. പാത്രം കൊണ്ടുവന്ന് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെച്ച് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് സാധനം അവർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി പിന്നെ ഇവരോട് വരാൻ പറയും. ഞാൻ പേടിച്ച് എന്താ സംഭവമല്ല. ഇയാളൊരു ഫോർസെപ്സ് കൊണ്ട് ഇതിൻ്റെ മുരിങ്ങയൊക്കെ എടുത്ത് പിടിച്ചേക്കാം. ഇതെന്താ ഈ സാധനം? കാരണം ബാക്കിയുള്ള എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് സെമി മുകളിലായിട്ട് നിൽക്കുന്നത് സ്ഥലത്ത് ഇങ്ങനെയാണ്. എനിക്ക് ഇയാളുടെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ആൾക്ക്. ത്രോ ഇറ്റ് പുറത്ത് കളയും, ബാക്കി സാധനം കൊടുത്തു വിട്ടു. അതൊക്കെ വലിയ പിന്നെ കൊടുത്തു. സമ്മതിച്ചില്ല മാത്രമല്ല, ഇങ്ങനെ എന്നോടൊരു ഈ ഭക്ഷണം കഴിക്കേണ്ട വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടവൽ ചോദിച്ചു. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടവൽ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഞാൻ നല്ലൊരു വൈറ്റ് ടവൽ, ശരിക്കും നല്ല ടവൽ, നല്ലൊരു ഫാനിലായിരുന്നു. അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഓഫീസർ ഓടി വന്നു. അയാൾ മേടിച്ച് അയാളുടെ കൈ അങ്ങനത്തെ തുറച്ച് മാറ്റിയിട്ട് അയാളകത്ത് വിട്ട് അവിടെ വേറൊരു സാധനം കുറച്ചുകൂടി സ്മെല്ലൊക്കെ ഉള്ള ഒരു കാവി കൈ, ഇത് കുറച്ച് കാവി കളർ സാധനം തന്നു. ഇതെൻ്റെ കൊണ്ട് തന്നിട്ട് അത് ഞാൻ ഇങ്ങനെ മടിയിൽ വിരിച്ച് കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിച്ച അന്നക്കേറ്റ് നിർത്തി ഫോട്ടോ നിർത്തി ഭക്ഷണം എല്ലാം വിളമ്പി കൊടുത്ത് നന്നായിട്ട് കഴിച്ചു. ഇലയിൽ ഒരു സാധനം പോലും കരിവേപ്പില പോലും മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ സാധനം കഴിച്ചു. നല്ല ഫുഡാന്ന് പറയാം. പാലടയാണ് കൊടുത്തിരുന്നതെന്ന്. എരിവ് ഞാൻ മൈലില്ല പറഞ്ഞായിരുന്നു. ആദ്യം തന്നെ തന്നിരുന്നു, ഒരു നിർദ്ദേശം നമുക്ക് തന്നിരുന്നു, ഇത്ര മാത്രമേ ആകാവുള്ളൂ, പിന്നെ ഇത്ര കലോറി വേണം. ഞാൻ സാർ ഇതുണ്ടാക്കി വെച്ചിട്ട് കലോറി വളക്കാണെന്ന് എനിക്കറിയില്ല, ഞാനിത് ഉണ്ടാക്കി തരാം, നിങ്ങൾ അത് വെച്ച് നോക്കിക്കോളാൻ പറയാം. അപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ട്? 30 ഐറ്റംസ് ഉണ്ടെന്ന് പറയും. പായസം എത്ര ഉണ്ട്? 4 പായസം. അപ്പോൾ ഈ സുരേഷ് ആയിട്ട് മലയാളം അറിയാം. കാര്യം ബാംഗ്ലൂരാണെങ്കിലും പുള്ളി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇങ്ങനെ നമുക്കൊന്നും ഒരു റോളും ഇല്ലെന്നേ. പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതിന് മുഴുവൻ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറുക. പ്രോട്ടോകോൾ ഓഫീസർമാർ വന്നിട്ടാണ് ബാക്കി മുഴുവൻ ഡീൽ ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. കയ്യെക്കാലം പിടിച്ചിട്ടാണ് പോയി അടുത്തൊന്നും നിൽക്കാൻ പറ്റുക. ഫോട്ടോ പോലും സമ്മതിച്ചില്ല. പിന്നെ ഒരു കാര്യം ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കൈ കഴുകി കഴിഞ്ഞോടെ ടവൽ, അപ്പം ഈ ടവൽ ഞാൻ വാങ്ങി കയ്യിൽ വെച്ചു. കൈ കഴുകി കഴിയാണ് ടവൽ കൊടുത്ത് കൈ തുടച്ചിട്ട് വെരി ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ തോളത്ത് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് പോയി എന്തൊരു വെയിറ്റാണ് കഴിക്കുന്നറിയോ. അയ്യോ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഇതുവരെ. നമുക്കൊരു അടി കിട്ടിയാത്തര തോന്നില്ല. കൈ അങ്ങ് വെച്ചോളൂ, നമ്മളിങ്ങനെ കൈ വെച്ച് ഇത്തിരി വെയിറ്റാ തരാം. കാരണം ഒന്നാമത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്രയേ ഉള്ളൂ, തോളിൻ്റെ താഴെ നിൽക്കുന്നുള്ളൂ. സന്തോഷമായി. അതൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ.
ഇല്ല, നരേന്ദ്രമോദിജിക്ക് കൊടുത്തുള്ളൂ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അവരാ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ സി എമ്മിന് ഇവിടുത്തെ സി എമ്മിന് കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പൊൻകുന്നത്തെ DYFIയുടെ ഓഫീസ് ഉദ്ഘാടനം. അപ്പം ഇല്ലത്തുനിന്ന് ഭക്ഷണം കൊടുത്തത്. അപ്പം എന്നോട് പറയുന്നത്, എന്നോട് കൂടി പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതുണ്ട്, സെമി ബോയിൽഡ് ഫിഷാണല്ലോ, ഫിഷ് നല്ലോണം വേണം. ഈ തുണ്ടമീൻ ശരിക്കും അധികം എരിവും പുളിയില്ല ഇതൊന്നും ഇല്ലാണ്ട് വേവിച്ച സാധനം നല്ലോണം കഴിക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം പറഞ്ഞു ഭക്ഷണം മറ്റുള്ള അപ്പം കഴിക്കാൻ തന്നെ ചോദിച്ചപ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം ഇല്ലെന്ന് ചോദിച്ചു. പിന്നെ ഉണ്ട് പഴം തിരുവനയുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. എന്നാൽ എനിക്കത് മതി, ഞാൻ കഴിക്കാമെന്ന് പറയും. ഇതൊക്കെ മാറ്റി വെച്ചു. ഈ പറഞ്ഞൊക്കെ കാര്യം സംഭവിച്ചാൽ എല്ലാ ഐറ്റം കഴിച്ചു. ഇല വിളമ്പി ഞാൻ തന്നെ വിളമ്പി കൊടുത്തു, സന്തോഷമായിട്ട് കഴിച്ചു. അതുപോലെ കഴിഞ്ഞ ദിവസം പമ്പാ സംഘം നടന്നില്ല, പമ്പയിൽ വെച്ചിട്ട് പമ്പാ സംഘമല്ല, അയ്യപ്പ സംഘം. അതിന് പറഞ്ഞ് രാത്രിയിൽ വരുന്നുണ്ട്. വരുമ്പോൾ എന്തോ ഒരു പപ്പായയുടെ പേര് റോസ്മേരി അങ്ങനെയുണ്ട് പേര് പറഞ്ഞു. ആ പപ്പായ മതി, വേറൊന്നും വേണ്ട എന്ന് പറയും. റെഡ് മേരി സംഭവം. അത് പിന്നെ ഞാൻ മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ കൊണ്ടു കൊടുത്തു. പിന്നെ വേറെന്താ ഉള്ളതെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ട്, കറി എന്തെങ്കിലും ഉണ്ടോ? വേണ്ട, കറി സലാഡ് മതി. കുറച്ച് സലാഡ്സും ഇതും കഴിച്ച് 2 ചപ്പാത്തിയും കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ പുട്ടും പയറും. അദ്ദേഹത്തിന് ഈ പുഴുങ്ങിയ പയർ ഉപ്പിട്ട് പുഴുങ്ങിയ, വേറൊന്നും ചേർക്കണ്ട, വെളിച്ചെണ്ണ വേണ്ട, നാളികേരം വേണ്ട, ഒന്നും വേണ്ട. പുട്ടും അതും കുറച്ച് ഡ്രൈ ആയിട്ടാണ്, പക്ഷെ അങ്ങനെ മതിയെന്ന് പറയും. 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചു. ഈ നാളികേരത്തിൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ മലയാളികൾ പൊതുവെ എല്ലാ കറിയിലും ഒരുപാട് തിന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കറിയുടെ ഒരു സ്വാധീനങ്ങൾ കൂടുതൽ തേങ്ങ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ ശീലത്തിൽപ്പെട്ടൊരു പ്രശ്നം സാറേ. കേരളം എന്നുള്ള പേര് വന്നത് തന്നെ ഇതിൽ നിന്നാണല്ലോ, നാളികേരത്തിൽ നിന്നാണല്ലോ. ഇപ്പോൾ കേരളമൊക്കെ മാറി. ഇപ്പോൾ കേരളത്തിൽ നാളികേരം ഒരു പുറത്തുനിന്ന് വന്നുള്ള സംഭവം ഉള്ളല്ലോ. അപ്പോൾ ആ ശീലത്തിൽ പണ്ട് മുതലേ നാളികേരം നല്ലോണം ഉപയോഗിച്ച് ശീലിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് എത്രമാത്രം അപ്രമാദിത്വം വന്ന് കേരളീയ ഭക്ഷണത്തിൽ വന്നിട്ടുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും അത് തന്നെയാണല്ലോ. നാളികേരം നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും നാളികേരം ഇടുന്നുണ്ട് നല്ലോണം എല്ലാത്തിലും. അത് കുറച്ച് കുറയ്ക്കുന്നത് തന്നെയാണ്, ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മറ്റ് വെജിറ്റബിൾസിൻ്റെ സ്വാദം ഇത് ഓരോന്ന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നമുക്ക് തിരിച്ചറിയണ്ട ഓരോ സാധനം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തന്നെ അവിയലിൻ്റെ പറഞ്ഞത്, അവിയലെടുത്ത് അതിൻ്റെ തേങ്ങ തന്നെയാണെങ്കിൽ ഒരു പുഴുക്കിൻ്റെ സ്വാദം വരിക. ആ സമയത്ത് നാളികേരം കുറയ്ക്കണം എന്നല്ല, ഈക്വൽ ഇതിൽ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വരും നല്ലോണം. അതായിരിക്കും നാളികേരം കുറച്ച് കുറയ്ക്കുന്നത് നല്ലത്. തെക്കൻ ഭാഗത്തേക്ക് അവിയൽ കുറച്ചൊരു പേസ്റ്റിയാണ്. അവിടെ കുറച്ചൊരു തിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ വെള്ളം പരമാവധി വറ്റിക്കും, പിന്നെ കുറേ അല്ലാണ്ടുള്ള എടുത്ത് കളയും, എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിങ്ങിലാണ് ശരിയാക്കുക. വടക്കൻ കാലത്ത് ഇത് അവിയൽ തനി തോരനാണ്, ഇങ്ങനെ ചെറിയ പീസ് കൊണ്ടുള്ള തോരൻ പോലെ ഉണ്ടാക്കി വെച്ചു. ഇല്ല, ചെറിയ കഷ്ണം, നമ്മുടെ തീയലിൻ്റെ കഷ്ണം പോലെ. അവിയൽ ഈ പറയുന്ന പോലെ എല്ലാത്തരം പച്ചക്കറി ഇടുന്ന ഒരു സംഭവമാണല്ലോ, അവിയലിന്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. അതിനാ ഭീമനാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. കഥയാണെങ്കിലും അങ്ങനെ സംഭവമുണ്ട്. ഏത് തരം ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം? അതായത് ഇപ്പോൾ വെജ് നോൺ വെജ് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് വെജിറ്റേറിയൻ തന്നെയാണ്. കാരണം അത് ഓരോന്നും ഓരോ ഐറ്റവും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പാചകം ചെയ്യണം. അവിടെയാണ് അതിൻ്റെ കാര്യം. വെജിറ്റേറിയനായിട്ട് ഏതെടുത്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പാചകം ചെയ്തേ പറ്റുള്ളൂ. അവിയൽ ഉണ്ടാക്കുന്ന അവിയൽ സെപ്പറേറ്റ് പാത്രങ്ങൾ, സെപ്പറേറ്റ് ടൈം സ്പെയർ എടുത്തിട്ട് സെപ്പറേറ്റ് രീതിക്ക് തന്നെ പാചകം ചെയ്യുന്നാൽ ആ സാധനം റെഡിയാവുള്ളൂ. നോൺ വെജിന് 2 ഗ്രേവി അടിച്ചാൽ തീർന്നു. പിന്നെ ഒരു പാസ്റ്റ് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ സംഭവം അറിയാം, അത് ഏത് സാധനം മിക്സ് ചെയ്ത് കയറ്റിവിടാം. വെജിറ്റേറിയൻ പറ്റില്ല, ഓരോന്നും ഫിനിഷ് ചെയ്ത് തീർക്കണം. അങ്ങനെയാണ് ഒരു ഒബ്സർവേഷനിൽ പറയാം, നമ്മുടെ കേരളത്തിലെ സദ്യയുടെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറൊരു സംഭവം ഇപ്പം നോർത്ത് ഇന്ത്യൻ്റെ ഒരു പച്ചക്കറി സദ്യ നോക്കിയാൽ ഇതിന്റെ പകുതി ഐറ്റംസേ ഉള്ളൂ, ഇത്രയും കോംപ്ലിക്കേഷൻസും ഇല്ല. നമ്മുടെ ഓരോ ഐറ്റവും കോംപ്ലിക്കേറ്റഡ് എന്നല്ല, അത് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധയെടുത്ത് ഓരോന്ന് ചെയ്ത് മാറ്റണം. ഒന്നിലേക്ക് ഒന്നിനോട് വേറൊരു സാധനം ചേർക്കാൻ പറ്റില്ല. മറ്റേതിനങ്ങനെയല്ലേ. വടക്കൻ കാലത്ത് നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യയിൽ ഗ്രേവിയാണല്ലോ, എല്ലാത്തിലും ഗ്രേവിയാണല്ലോ. അത് മിക്സ് കഴിഞ്ഞാൽ ഏത് കറികളും അവർക്ക് അതിൻ്റെ വ്യത്യാസമില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു റീസൺസിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അല്ലാതെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ 4 കറിയുടെ ഈ എരിച്ച കറി എന്നൊരു സംഭവമുണ്ട്. എരിശ്ശേരിയുടെ ആണ് എരിശ്ശേരി. അതിൻ്റെ ഒരു മറ്റ് വേർഷൻസാണ് കൂട്ടുകറിയൊക്കെ വരുന്നത്. കൂട്ടുകറി തീയലല്ല അതിൻ്റെ മറ്റ് വേർഷൻസാണ്. അപ്പോൾ അത് അങ്ങനെ ഓരോന്നിനും നമ്മൾ പണ്ടുപോലെ ശീലിച്ചൊരു രീതികളുണ്ടല്ലോ, അതങ്ങനെ തന്നെ വച്ച് പോകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. ഈ മലയാളിയുടെ കോംപ്ലിക്കേഷൻസ് അവരുടെ ഭക്ഷണ രീതിയിലേക്ക് കൂടി വന്നതാവുമോ? അങ്ങനെ മലയാളി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയണ്ട. പക്ഷേ
ഇതിങ്ങനെ പാചകം ചെയ്ത് വരുമ്പോൾ ഓരോന്നോരോന്ന് എടുക്കാനോ പാചകം ചെയ്ത് മാറ്റാനെടുക്കുന്ന സമയമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വേണത്. കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഓരോന്നും തീരുവാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ രീതി അതാണ്. ഈ ഷഡ്രസങ്ങൾ എന്ന് പറഞ്ഞ സാധനം അതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ രീതികളെല്ലാം അത് തന്നെയാണ്, അതാവാം. അതിനെ ബേസ് ചെയ്യണം എല്ലാം. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്പ്, ചവർപ്പ്. ഇതിൻ്റെ അകത്ത് ചവർപ്പ് എന്ന് പറഞ്ഞ സാധനം രണ്ടായിട്ടാണ്. ഒന്ന് നിങ്ങൾ ഈ അമരപ്പയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അമരപ്പയർ ഇല്ലേ, അത് തോരന് ഉപയോഗിക്കുന്ന ഒരു സാധനം. അമരപ്പയർ തോരന് ഉപയോഗിക്കുന്ന സാധനം. അതാണ് ഇതിൻ്റെ അകത്ത് ചവർപ്പിൻ്റെ അകത്ത് വരുന്ന പ്രധാന ഒരു ഐറ്റം. നെല്ലിക്കയും പിന്നെ അച്ചാറിൻ്റെ അകത്ത് നെല്ലിക്കയും ചവർപ്പാണ്. കയ്പ്പല്ല. കയ്പിൻ്റെ ഒരു മൈൽഡ് വേർഷനാണ് ചവർപ്പ്. ചവർപ്പ് കൂടിക്കഴിഞ്ഞാൽ കയ്പാവും പാവയ്ക്കെടുക്കുമ്പോൾ. ഈ തിയറി മലയാളിക്ക് മാത്രമേ ഉള്ളൂ, ഈ 6 രസങ്ങൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ? അത്രേ ഉള്ളൂ. അല്ല ശരി, ഇപ്പോൾ പാവയ്ക്കയുടെ പറഞ്ഞപ്പോൾ പാവയ്ക്ക സാമ്പാർ അല്ല പാവയ്ക്ക പായസം കൊടുത്തിട്ടുണ്ട്. അത് 2021 ഈ പറഞ്ഞ വിവാദങ്ങളുണ്ടായി ആ വർഷം കോഴിക്കോട് ചേർന്ന്. എനിക്ക് അല്പം തോന്നി, ഒരു ഫാമിലിയിൽ നിന്ന് 2 കുട്ടികൾ മത്സരത്തിന് വന്നു. അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആ കുട്ടികൾ മധുരം കഴിച്ചിട്ടില്ല. അവർക്ക് ജന്മന തന്നെ അവർ ഇതിൻ്റെ ഷുഗർ പേഷ്യൻസാണ്. ജന്മന തന്നെ മധുരം കഴിച്ചിട്ടില്ല. അപ്പോൾ പറയും ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പായസം കൊടുക്കുമ്പോൾ ഇതിങ്ങളിങ്ങനെ നോക്കിയിരിക്കുള്ളൂ. അപ്പോൾ അത് മനോരമയുടെ ഒരു ലേഖയാണ് എന്നോട് പറഞ്ഞത്. കൂട്ടി അവരെ, എൻ്റെ ഓർമ്മ വിജയലക്ഷ്മി എന്നാണ് പേരെന്ന് എനിക്ക് തോന്നണം. അവരെ കൂട്ടിയിട്ട് ഇവരിങ്ങനെ മധുരം കഴിച്ചിട്ടില്ല, ഇവർക്ക് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാൻ പറ്റും. എന്നാ സമയത്ത് മധുരത്തിൻ്റെ യാതൊരു എഫക്റ്റും വരാനും പാടില്ല എന്നാണ്. അപ്പോൾ കൊടുക്കാൻ നാളെ വന്നാൽ അത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കി തരുന്നത് പാവയ്ക്ക കൊണ്ടുള്ള പായസം. പക്ഷേ അതിൻ്റെ അത് കൊടുത്ത തേനാണ്. തേൻ നമ്മുടെ നാടൻ തേൻ പറ്റില്ല, സാധാരണ തേൻ പറ്റില്ല. ഈ വയനാട്ടിൽ നിന്നൊരു പാർട്ടി തലേദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീടിൻ്റെ എറമ്പിൽ വയ്ക്കുന്ന മറ്റേ ചെറുതേനുണ്ടല്ലോ, ചിരട്ടയ്ക്കകത്തുണ്ട്. ചെറുതേനാവണം നിർബന്ധവും ഞാൻ പറയും, കാരണം അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് പ്രശ്നമാവും. ചെറുതേൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചെറുതേൻ കൊണ്ടുവന്നു. ആ ചെറുതേൻ ചേർത്തിട്ടാണ്. അതിൻ്റെ അകത്ത് ലാക്ടോസില്ല, സക്രോസില്ല, അതുകൊണ്ട് അതിന് ഷുഗറില്ല. ആ തേൻ നമുക്ക് ഉപയോഗിക്കാം. ഇല്ല പെരുന്നാളിന് എഫക്റ്റ് കിട്ടുന്നില്ല. അല്ല, അപ്പോൾ ഈ കുട്ടികൾക്ക് ടേസ്റ്റ് ഫീൽ ആവില്ല, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഷുഗർ ഫീൽ ചെയ്യില്ലേ, അതോ ഫീൽ ചെയ്യും? അല്ല, ഷുഗർ ഫീൽ ചെയ്യും, ഷുഗറിൻ്റെ എഫക്ട്സ് ഇല്ല. താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ കേരളത്തിൽ നോൺ വെജിറ്റേറിയനിസം കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നോൺ വെജിറ്റേറിയനിസം കൂടി വരുന്നതായിട്ട് തോന്നുന്നില്ല. അതായത് മുൻകാലങ്ങളിൽ വെജിറ്റേറിയൻ കഴിഞ്ഞിരുന്ന ആൾക്കാർ നോൺ വെജിറ്റേറിയനിലേക്കും, നോൺ വെജിറ്റേറിയൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വെജിറ്റേറിയനിലേക്കും മാറിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് നടന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് പൂട്ടിപ്പോകുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം. അതിലൊരു പ്രശ്നമാണ്. ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസിന് അവർ ഒരിക്കലും നോൺ വെജ് ഹോട്ടലുകാർ, നല്ല ഹോട്ടൽ എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലിൽ വളരെ ചുരുക്കമായിട്ട് കിട്ടുന്നത്. ഹൈജീനിക് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ കേരളത്തിൽ നടന്ന വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൂട്ടിപ്പോകുന്നത്. നല്ല ഭക്ഷണം കൊടുത്താൽ എവിടെ പേരുന്നാലും ആൾ ഉറപ്പാണ്. നല്ല ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക. നോൺ വെജ് ഇഷ്ടം, കാരണം അവർക്ക് കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് കൊണ്ടുവരും. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കുറേ കൂടി നന്നായിട്ട് ചെയ്യും. കുറേ കൂടി നല്ല പാത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. സർവീസ് നിൽക്കുന്ന യൂണിഫോമിൻ്റെ തിളക്കം വരെ ആൾക്കാർ മുന്നോട്ട് ചെയ്യും. വെജിറ്റേറിയൻ അങ്ങനെ വിഭവം അവരങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരൊറ്റ വെജിറ്റേറിയൻ ഹോട്ടലിലും ഇല്ല, ചുരുക്കം ചില ഹോട്ടലുകളിൽ മാത്രമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുകയും നമ്മൾ മറ്റുള്ള സ്ഥലത്തെ കാണുകയും ചെയ്യുമ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണെന്ന് ഇറങ്ങി അങ്ങ് പോവുള്ളൂ. നല്ല രീതിക്ക് കൊടുത്തു നോക്കും, നല്ലോണം ആൾ കയറി വരും. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മീൽസിന് ഞാൻ അവിടുന്ന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് വിടുന്ന ആൾക്കാരെ. 1 മാസം അവിടെ നിർത്തി മീൽസ് അടുപ്പിച്ചിട്ട് തന്നെ വിടുക. അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് തന്നെ വന്ന് ചെയ്യണം. ബംഗാളികളില്ല കേട്ടോ, ബംഗാളികളെ ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ഇല്ല, നേപ്പാളീസ് മാത്രമേ ഉള്ളൂ. നേപ്പാളീസ് വരുന്നുണ്ട്, നല്ല കക്ഷികൾ വരുന്നുണ്ട്. ബംഗാളികൾ എടുക്കാറില്ല. അവർ നേപ്പാളീസിന് നമ്മുടെ പാചകമൊക്കെ എങ്ങനെ പഠിപ്പിക്കുക? അല്ല, അവർക്ക് നോർത്ത് ഇന്ത്യൻ നേപ്പാളീസ് വരുന്നവർക്ക് അവർക്ക് ഈ പറഞ്ഞാൽ അവർ ഭയങ്കര ബഹുമാന ഭക്ഷണത്തിനോട്. അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാതെ വരെ
നന്നായിട്ട് അറിയാം, പഠിപ്പിക്കേണ്ട. അവരത് ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. നമ്മുടെ അത് കൂടുതൽ ചൈനീസ് ഐറ്റംസ്, നമ്മുടെ ബാക്കി ദോശ ഐറ്റംസ് അതൊക്കെയാണ്. ദോശയ്ക്ക് മാത്രം തമിഴ്നാട് അത് എന്താണെന്നറിയാം, ഇപ്പോഴും ദോശ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾ ദോശ ഉണ്ടാക്കിയ ഭയങ്കര ക്രിസ്പിനെസ്സാണ്. മറ്റൊരാളും വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ ചട്നി നല്ല രസമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് മാത്രം സെലക്ട് ചെയ്ത ആളെ നിർത്തിയിട്ടുണ്ട്. സദ്യ എപ്പോഴും മലയാളി തന്നെയാണോ? സദ്യമാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്ന മലയാളികൾ തന്നെയാണ് ഫ്രിഡ്ജിൽ. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 2 ദിവസം എന്താ 3-ാം ദിവസം എങ്ങോട്ടെങ്കിലും പോകും, പിന്നെ ആളെ കണ്ടുപിടിക്കാൻ നിൽക്കണം. പുറത്ത് പോകുമ്പോൾ ഒരു നോൺ വെജിറ്റേറിയന് കിട്ടുന്ന ഒരു ഫീലിംഗ് സെയിം തിങ് ഇവിടെ റിവേഴ്സ് ആവുകയാണ്. വെച്ചാൽ അവിടെ പോകുമ്പോൾ നോൺ വെജിറ്റേറിയനെ താഴ്ന്ന് നോക്കണം, ഇവിടെ വരുമ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുമ്പോൾ യു ആർ ലുക്ക് ഡൗൺ അപ്പോൺ. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം എന്തായാലും വരുന്നുണ്ടല്ലോ. ഐ മീൻ നാച്ചുറലി ഫുഡിൻ്റെ കൾച്ചർ എന്ന് പറയുമ്പോഴും. മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല കേട്ടോ. അതായത് വെജിറ്റേറിയൻസിനെ ഇവിടെ കുറച്ചൊരു ഇൻഫീരിയർ ആയിട്ട്, ഇവിടെ ഒരു 2ാം ക്ലാസ് പൗരനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വെജിറ്റേറിയൻസിന് ഞങ്ങൾ അത് പുറത്ത്, അത് നോർത്തിലൊക്കെ പോകുമ്പോൾ ഇഫ് യു ആർ എ നോൺ വെജിറ്റേറിയൻ യു ആർ ലുക്ക് ഡൗൺ അപ്പോൺ. ബട്ട് ഇവിടെ ശരിയാണ്. ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ അത് തീർക്കാവുന്ന ഒരൊറ്റ പ്രശ്നമുള്ളൂ. നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻഫീരിയർ അല്ല, ഞാൻ സുപ്പീരിയർ ആണ്, അവനൊന്ന് ബോധം ഉണ്ടായി അവനൊന്ന് ജീവിച്ചാൽ മതി. പിന്നെ നമുക്കെന്താ പ്രശ്നം? നമ്മൾ ഇൻഫീരിയർ ആണ് നമുക്ക് തോന്നുന്നിടത്തല്ലേ നമുക്ക് ഇൻഫീരിയറിറ്റി ഉള്ളൂ. ഇപ്പം എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ വെജിറ്റേറിയനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സുപ്പീരിയർ ആണ്. അതെനിക്ക് നമ്മുടെ ആത്മാവിൽ മാത്രം കാണേണ്ട ഒരു കാര്യം. അതിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ലല്ലോ. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നതിനെക്കുറിച്ച് നമ്മളെന്തിനു ചിന്തിക്കണമെന്നാണ് ചോദിച്ചത്. ഇവിടെ ഇൻഫീരിയർ ആയിട്ട് കാണുന്നുണ്ടോ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത്? വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ചില സ്ഥലങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഞാൻ പറയുമ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രശ്നം പറഞ്ഞത്, വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള ഒരു സ്ഥലത്തും വൃത്തിയില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഇതിങ്ങനെയൊക്കെ മതി എന്നല്ല. നോൺ വെജ് റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് അവിടെ കയറി നോക്കുക. ഞാൻ ചിലപ്പോൾ ഈ പാരകണ്ടൊക്കെ നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. നല്ല ഫുഡാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ സുമേഷിൻ്റെ അടുത്ത ഫ്രണ്ടാണ്. സുബേഷിനെ ഞാൻ ചോദിക്കാറുണ്ട്, സാധാരണയ്ക്ക് ഒരു പരാതിയുണ്ട്, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വെജിറ്റേറിയൻ ഫുഡിൻ്റെ അകത്ത് സ്റ്റോക്ക് ചേർക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ വെച്ചാൽ സത്യമായിട്ടും ചെയ്യുന്നില്ല എന്ന് പറയും. ഞങ്ങൾ നോൺ വെജിറ്റേറിയന് സെപ്പറേറ്റ് പാത്രങ്ങൾ പോലും ഉണ്ട്. ആൾക്കാർ ചെയ്യുന്ന ചിലപ്പോൾ ഒരേ ആളായിരിക്കും, പക്ഷേ ഒരു കാരണവശാലും ചെയ്യാറില്ല. ചേർക്കേണ്ട സാധനങ്ങൾ മാത്രമേ ചേർക്കൊള്ളുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ കയറി നല്ല ഫുഡ് കഴിക്കും, നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും, നന്നായിട്ട് നല്ല ആംബിയൻസ്, സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുന്ന ഒരു ആര്യാസിലൊക്കെ കയറുന്ന നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും. എന്തൊരു ലഹള ജഗപ്പൊക്കെ അവിടെ ഇറങ്ങി ഓടാൻ തോന്നില്ല നമുക്ക്. ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അകത്ത് ഒരു റെസ്റ്റ്ലെസ് നമുക്ക് തോന്നാൻ പാടില്ല. നമുക്കൊരു ആംബിയൻസ് ആണ് തോന്നാറ്. നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയം രണ്ടും കിട്ടണം. ഇത് രണ്ടും കിട്ടില്ല. നമ്മുടെ ഇല വലിക്കാനായിട്ട് നോക്കി നിൽക്കുക. വേറെ ഒരു ഡിഷും കഴിക്കണം, ബ്രഷും കഴിക്കണം, നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് അത്തരം രീതികളൊക്കെ മാറണം എന്നുള്ള അഭിപ്രായം. അതിൻ്റെ അകത്ത് കുറച്ച് കൾച്ചർ മാറുന്നുണ്ട്. വെജിറ്റേറിയൻകാർ സൂക്ഷിക്കേണ്ട കുറച്ച് കൾച്ചറുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഇവരുടെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്ന് രക്ഷപ്പെടില്ല സാർ. ഇവരുടെ ബ്ലഡിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. താങ്കൾ വെജിറ്റേറിയൻ ആണ്, പക്ഷെ മറ്റൊരാൾ നോൺ വെജ് കഴിക്കുന്നതിൽ താങ്കൾക്ക് എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ കിച്ചണിൽ ഞാനും ഉണ്ടാക്കാൻ സമ്മതിക്കുക. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാനതിൽ ഇടപെടുന്നില്ല. എൻ്റെ പ്രശ്നത്തിൽ അവരും ഇടപെടുന്നില്ല. പിന്നെന്ത് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അവർക്ക് എന്തിനാണ് ഇതിൻ്റെ അകത്തൊരു ഡിസ്ക്രിമിനേഷൻ? വൈ? താങ്കളുടെ അടുത്ത് മറ്റൊരാൾക്ക് ഞാൻ ചോദിക്കുന്നത് പേഴ്സണലി ചോദിക്കുന്നത്, മറ്റൊരാൾ തൊട്ടടുത്തിരുന്ന് നോൺ വെജ് കഴിക്കുന്ന ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ല, ഞാൻ അത്തരം വേദികൾ ഞാൻ ഒഴിവാക്കും. പക്ഷേ എന്നാൽ എൻ്റെ അടുത്ത് നോൺ വെജ്, കാരണം ഈ നോൺ വെജിറ്റേറിയനും ഹോട്ടലിൽ കയറി ഇപ്പോഴാണ് വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നോൺ വെജ് കയറാറുണ്ടെന്നാണ്. അത് ഞാൻ അങ്ങനെയുള്ള സ്പേസ് തിരഞ്ഞെടുക്കുള്ളൂ. അതിൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കഴിക്കാനായിട്ട് വന്നിരുന്നാൽ നമുക്ക് ശകലം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പേസ് തിരഞ്ഞെടുക്കാറുണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവം വന്നു. ഇവിടെ വെച്ചിരുന്നത് ദുബായിൽ വെച്ചിട്ട് ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലായിടത്തും നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇല്ലാത്തൊരു സാധനമില്ല. അപ്പോൾ ഒരു ടേബിൾ ആകെ ഇതുപോലെ ഒരു വലിയ ലോങ് ടേബിളല്ല, 2 ടേബിൾ അടുപ്പിച്ചിട്ടേക്കുന്ന ടേബിളാണ്. അവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്തെ 2 ടേബിളിൻ്റെ അകത്ത് കുറച്ച് പ്രായമുള്ള മുസ്ലിംസാണ്, ഫാമിലി നല്ല ആണുങ്ങൾ തന്നെയാണ്. ഒരു ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ വേറെ സ്ഥലമൊന്നുമില്ല. ഞാൻ എൻ്റെ അങ്ങേ മൂലയ്ക്ക് പോയിരുന്നു. ഈ ഹോട്ടലിൻ്റെ ഏറ്റവും അങ്ങ് മൂലയ്ക്ക് പോയി. ഞാൻ 2 വെയിറ്റർ അവിടെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. കുറച്ച് നേരം അവൻ എൻ്റെ നോക്കിയിട്ട് അവൻ്റെ ടേബിൾ വലിച്ചുകൊണ്ട് അവനങ്ങ് പോയി.
ഇതൊക്കെ നേരത്തെ മിഡിൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ, 2 ടേബിൾ അടുപ്പിച്ചിട്ടിരുന്നതാണ്. അവരോരോ ടേബിൾ മാറ്റി അവർ പോയി വേറെ പോയിരുന്നു. അപ്പോൾ അവിടെ ആരാണ് സുപ്പീരിയർ? അവരാണോ സുപ്പീരിയർ, ഞാനാണോ സുപ്പീരിയർ? അവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന്, വേറൊരാൾ ഇതുകൊണ്ട് വന്നിരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞ അത്തരം സ്ഥലങ്ങളിൽ നമ്മളാണ് തീരുമാനിക്കുക നമ്മൾ അവിടെ ഇരിക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ ചോദ്യം ഇപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഞാൻ ചോദിച്ചത് താങ്കളിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്, താങ്കളുടെ ഇടതുവശത്ത് താങ്കൾക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നിൽക്കുന്ന ആളിന് നോൺ വെജ് കഴിക്കുന്ന ഞാനും കഴിക്കും. നോൺ വെജ് കഴിക്കുന്നതല്ല, കാരണം അത് ഒരേ ടൈമിലാണ്. പിന്നെ എന്താ ഒരു ഗുണമുള്ളത് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴെല്ലാം ഞാൻ നേരത്തെ വെജിറ്റേറിയൻ ഫുഡൊന്നും ബുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർ എൻ്റെ സീറ്റിൻ്റെ പുറകെ കൊണ്ട് മറ്റേ ഗ്രീൻ സ്റ്റിക്കർ പതിക്കാറുണ്ട്. നിവൃത്തിയുള്ളിടത്തോളം ആദ്യം എനിക്ക് ഭക്ഷണം തരാറുണ്ട്. ഇവിടെ ഫ്ലൈറ്റുകളിൽ പൊതുവെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലെല്ലാം എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടാറുണ്ട്. അത് കാരണം മറ്റവർക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ച് സ്വസ്ഥമാകാറുണ്ട്. പക്ഷേ ചുരുക്കം ചില സമയങ്ങളിൽ അങ്ങനെ അല്ലാണ്ട് വന്നു എന്ന് കരുതിയിട്ട് എനിക്ക് ആ ഒരു വിരോധത്തിൽ അവർ കഴിക്കട്ടെ എന്ന് വയ്ക്കും. താങ്കളുടെ വ്യക്തിപരമായിട്ടല്ല ചോദിക്കുന്നത്, പൊതുവിൽ ഈ വെജിറ്റേറിയൻസ് ഭയങ്കര ഇൻടോളറൻ്റ് ആണ്. ആൾക്കാർ വീട്ടിൽ വരുന്ന നോൺ വെജ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന രീതിയോടൊക്കെ ഭയങ്കര ഇൻടോളറൻ്റ് ആണ് വെജിറ്റേറിയൻസ്. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, മറ്റുള്ള ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഫ്ലൈറ്റ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? വേറെ സ്പേസ് ഇല്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തവരുടെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇൻടോളറൻസ് ഉള്ളപ്പോൾ നമ്മളത് ഒന്നെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ ആദ്യം ഭക്ഷണം വാങ്ങി കഴിക്കണം. അങ്ങനെയൊക്കെ ഇതിപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? വെജിറ്റേറിയൻസിന് പൊതുവെ അത്തരം ചില പരിമിതികളുണ്ട് അവരുടെ പെരുമാറ്റങ്ങളിലും. എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം. ഇത് ഞാൻ പറയില്ലേ, ഈ ഒരു സംഭവം ഹോട്ടലിൽ ആണെങ്കിൽ പോലും നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ മാറിയിരുന്ന് കഴിച്ചാൽ, നോൺ വെജ് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മൂലം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ നോക്കാമെങ്കിൽ നമുക്കൊരു പ്രശ്നം വരില്ല. എൻ്റെ ഒരു ശീലം അതാണ്. ഇല്ല. എന്താണ്? കാരണം അവിടെ അവർ കഴിക്കുന്ന ഭക്ഷണം അതാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇൻടോളറൻ്റ് ആവാൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷെ അവരുടെ ശീലങ്ങൾ അതായിപ്പോയി. ഇൻടോളറന്റ് ആവുന്നത് സുപ്പീരിയോറിറ്റി കൊണ്ടാവണം എന്നില്ല. ഒരാൾക്ക് ഇറച്ചിന്റെയും മീനിന്റെയും മണം ഇഷ്ടമല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അലർജി കൊണ്ടൊക്കെ മാറിയിരിക്കുന്നവരുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ഈ ഒരു മനസ്സിലൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടോ ഒരു ശുദ്ധി കൊണ്ടോ ഒക്കെ ഇൻടോളറന്റ് ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് രണ്ടും ഉണ്ട്, സുപ്പീരിയോറിറ്റി കൊണ്ട് മാത്രമല്ല, അലർജി കൊണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഈവൻ നോൺ വെജിറ്റേറിയൻസിനിടയിൽ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, മറ്റേ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ അലർജി വരുന്ന ആൾക്കാർ. ഇപ്പോൾ കക്ഷി ബീഫ് ഒരു കാരണവശാലും കഴിക്കാതിരിക്കാൻ നോക്കും. അത് അലർജിയുടെ അത് മനസ്സിലാക്കി. അലർജി മാത്രമല്ല, മണം ഒരു വലിയ ഫാക്ടറാണ്. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾ പക്ക നോൺ വെജിൻ്റെ എല്ലാം കഴിയും. പക്ഷേ അയാൾ ഒരിക്കലും ഈ നാൽക്കാലികളെ കഴിക്കില്ല, ബീഫോ മട്ടണോ ഒന്നും കഴിക്കില്ല, പുളിച്ചൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. അത് ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കും. ഞാൻ ചെയ്തത്, നിങ്ങൾ ഈ നോൺ വെജാണ്, അത് ശരിയാവില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ അവർക്കും ഉണ്ടാവും ഇത്തരം ചില വിഭാഗീയതകൾ ഈ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. നമ്മൾ ഓവർ എ പീരീഡ്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓവർ എ പീരീഡ് നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുതിയ കൾച്ചറൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും സമയത്ത് പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, പുതിയൊരു ഭക്ഷണ രീതിയിലേക്ക് വരണം എന്ന് തോന്നാറില്ലേ? പുതിയ ഭക്ഷണ രീതിയിലേക്ക് വരണം തോന്നാറില്ല, പുതിയ ഭക്ഷണ രീതി പരിചയപ്പെടണം തോന്നാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബേസിക്കായിട്ട് നമുക്കൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് അത് മാറ്റണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം, അതിൻ്റെ അകത്ത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിടത്തോളം കാലം ഞാനത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അത് ഇതിൻ്റെ വൈവിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ദാറ്റ്സ് ഓൾ. ഈ മനുഷ്യന്റെ ഭക്ഷണ രീതി അധികവും അവൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ജോഗ്രഫിയും കാലാവസ്ഥയും ഒക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അതെ, പ്രകൃതി മാറുമ്പോൾ മനുഷ്യനും മാറും. പ്രകൃതി ഇപ്പോൾ മാറിക്കഴിഞ്ഞല്ലേ, പ്രകൃതിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ തെറ്റ് പറയാനും പാടില്ല. ഭക്ഷണം എപ്പോഴും പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആണല്ലോ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള രാജ്യങ്ങളിലെ ഭക്ഷണ സംസ്കാരങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല. അത് പരിചയിക്കാൻ വേണ്ടിയിട്ട് മാത്രം, വല്ലപ്പോഴും ഒന്ന് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞ വർഗീയത പറയുമ്പോൾ ഒക്കെ പ്രശ്നമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കട്ടെ, ഈ മലയാളികളുടെ ഉൾപ്പെടെ നമ്മുടെ ഒരു പ്രാദേശികമായ ഭക്ഷണ രീതികളിൽ
നമ്മളുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പറമ്പിൽ തന്നെ ഇപ്പൊ വൈകുന്നേരം പെട്ടെന്നൊരു കറി വേണമെങ്കിൽ അമ്മ പറമ്പിൽ എന്തെങ്കിലും സാധനം വെട്ടാറുണ്ട്, പൂവയോ മുരിങ്ങയോ താളിയോ താളെ എന്തെങ്കിലുമൊക്കെ പറയും, ചേമ്പോ ചേന എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു മഴ പെയ്താൽ കുറേ 2 ദിവസത്തേക്ക് തോരനുള്ള തകരെങ്കിലും കിട്ടാറുണ്ട്. പിന്നെ ഒരു വാഴയാണെങ്കിൽ വാഴ കൂമ്പുണ്ട്. പക്ഷെ ഇപ്പം അതിനൊന്നും ആൾക്കാർക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയുടെ മാറിക്കഴിഞ്ഞു. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു, ഇഷ്ടംപോലെ കുടുംബത്തിലെ ആൾക്കാരുണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫാമിലികളായിക്കഴിഞ്ഞു. അവർക്ക് ഇതിനൊന്നും സമയമില്ല. ജോലിയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണം, തിരിച്ചു തരണം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ചെയ്തു പോകുന്നു. അതിനും ഇപ്പോൾ ആരും തെറ്റ് പറയാനൊന്നുമില്ല. പിന്നെ സ്ഥലം ഈ പറയുന്ന പോലെ ഈ കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ ആരുടെയും കയ്യിലില്ല. അത്യാവശ്യം വീട് വയ്ക്കാനും താമസിക്കാനുള്ള സ്ഥലത്തിന് അപ്പുറത്തേക്ക് ചെറുതെന്തെങ്കിലും കൃഷി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തൊന്നും ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് അവർ നമ്മളതിനൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യട്ടെ. മാറുന്ന ഒരു കാലത്തിന്റെ രീതിയാണ്, കാലത്തിൻ്റെ രീതിയാണിത്. കാലം മാറുമ്പോൾ ആൾക്കാർ മാറുന്നതിൻ്റെ രീതികളാണ്. അതുപോലെ സ്പൈസസിൻ്റെ യൂസ്, ഇപ്പോൾ സ്പൈസ് ക്യാപിറ്റലാണ് കേരളമെങ്കിലും നമ്മളുടെ ഒറിജിനൽ കുലിനറി സ്പ്രെഡ് നോക്കിയാൽ വളരെ സ്പൈസ്ലെസ് ആയിട്ട് ബ്ലാൻഡായിട്ട് ഇപ്പം പിന്നെ ഫ്ലേവേഴ്സിന് ഇത് കൊടുത്തിട്ട് പക്ഷെ എന്നാലും വളരെ സ്പൈസ്ലെസ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ്. അപ്പം ഇപ്പം അത് മീൻസ് പണ്ടൊക്കെ പറയുമായിരുന്നു ഈ ചില്ലി പൗഡറും അതൊന്നും വീടുകളിലില്ല, പിന്നെ മുളക് മാത്രമേ ഉപയോഗിക്കൂ. ഇപ്പൊ നോക്കിയാൽ ഇഡ്ലിയുടെ മുകളിൽ പോലും പൊടി ഇഡ്ലി ഈസ് മോർ ഫേമസ് ദാൻ അതാണ് നോർമൽ ഇഡ്ലിയെക്കാളും. അപ്പൊ ഈ മസാലയോടുള്ളൊരു താല്പര്യവും കൂടി ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട് താല്പര്യം കൂടി. അത് ഈ ആൾക്കാർ കഴിച്ച് ശീലിച്ചതിന്റെ ബാക്കിയാണത്. നമ്മുടെ സദ്യയിലും അപ്പം അതനുസരിച്ച് മാറ്റം വരുത്താറുണ്ടോ? ഇല്ല, അങ്ങനെ സദ്യക്ക് നമുക്ക് അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും മാറാൻ ശ്രമിക്കാറില്ല. അല്ല പക്ഷെ സർ മറ്റേ സോയാ കറി ഇപ്പം എല്ലാത്തിലും സോയാ കറി ഇപ്പോൾ സോയാ ഫ്രൈ, സോയാ കറി ഇപ്പം അതിപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാനത് ഒഴിവാക്കാറുണ്ട് കേട്ടോ. ഓരോ പീരീഡ് നമ്മുടെ ഒരു ടേസ്റ്റ് കൾച്ചർ മാറിയിട്ടുണ്ട്, നമ്മുടെ രസമൂലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതായത് മുൻപ് ഇപ്പോൾ ഒരു പച്ചടിയും ഒരു കിച്ചടിയും ഒരു ഓലിനും കാളിനും ഒക്കെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു. ഇപ്പൊ പക്ഷേ ഇതെല്ലാം ഏതാണ്ട് ഒരേ ടേസ്റ്റിലാണ് നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ പ്രശ്നം ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൗഡേഴ്സ് ഇതിലെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഈ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഓവർ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാത്തിൻ്റെ അകത്തായിരുന്നു. അങ്ങനെയൊക്കെ ആയാലും നന്നാവുകൊണ്ടെന്നൊരു ധാരണ വന്നു പോയി. പിന്നെ ഇതിനൊക്കെ കളർ വേണം. ഇപ്പോൾ ചിലത് ചുവന്നിരിക്കണം, ചിലത് മഞ്ഞ, ചിലത് വെള്ള. അപ്പോൾ അതിനൊക്കെ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കവർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ട് സംഭവം വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കാറുണ്ട് പരമാവധി. പാചകം ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ ഇവിടെ പാചകം ഭയങ്കരമായി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. മുൻപും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ തീരെ ഇല്ല. മലയാളിക്ക് അരി വരുന്ന ആന്ധ്രയിൽ നിന്നാണ്, അല്ലെങ്കിൽ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, പാല് വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. നമുക്കിവിടെ ഈ സാധനം ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അത് ഒരു കൺസേൺ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടാറ് പതില്ല. പണ്ടൊക്കെ നമുക്ക് കിട്ടാറ്. പണ്ടൊക്കെ ഒരു വെള്ളരിക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു 70-80 കാലഘട്ടമൊക്കെ ഞാൻ അവിടെയൊക്കെ തൂക്കിടാറുണ്ട്. ഒരു വെള്ളരിക്ക എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓല വട്ടിയൊക്കെ ഇട്ട് തൂക്കിട്ട് അത് ചുരുങ്ങി ഒരു 6 മാസമൊക്കെ നിൽക്കാറുണ്ട്. ഇപ്പോൾ ദിവസത്തിൽ വെള്ളരിക്ക വാങ്ങിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം വരെ നിൽക്കില്ല. 2-ാം ദിവസം വൈകുന്നേരം ആ സാധനം കംപ്ലീറ്റ് ചെയ്യും. ഒന്നാമത് ഓവറായിട്ട് അതിന് മരുന്നടിക്കലും ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങളും അതിൻ്റെ ജനറ്റിക് ഫാക്ടറിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വെജിറ്റബിൾസിൻ്റെയും. അപ്പോൾ അങ്ങനെയൊരു സംഭവം ശരിക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സോയിൽ തന്നെ മാറേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ വളരെ ശരിക്കും അവബോധമുള്ള ആൾക്കാരും ഭരണത്തിൽ വരികയും അവരിലേക്കൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യാൻ അതിന് സാധ്യത പക്ഷേ കേരളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം കേരളത്തിലെ രാഷ്ട്രീയം മറ്റൊരു രീതിക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന കാലം ഇതിനൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടുന്ന വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഇൻട്രാക്ഷനിൽ പറയണ്ടായി പച്ചക്കറികളുടെ ടേസ്റ്റിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് അങ്ങനെ ഓവർ ദ പീരീഡ് ഒബ്സർവ് ചെയ്തിട്ട് അല്ല, പച്ചക്കറികൾക്ക് മാറ്റം പറയേണ്ട പ്രധാന കാരണങ്ങളൊന്നും ഇതാണ്. ഓവറായിട്ട് മരുന്നടിക്കലും ഓവറായിട്ട് വളപ്രയോഗം രണ്ടും അതിൻ്റെ ജനറ്റിക് ഫാക്ടർ പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കുക്കുംബറൊക്കെ പണ്ട് മുള്ളമള്ളരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറമ്പെടുത്ത് എന്ത് സ്വാദായിരുന്നു, എന്തൊരു മധുരമായിരുന്നു. ഇപ്പോൾ ഒരു കുക്കുംബർ മേടിച്ച് കഴിക്കാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വെള്ളച്ചവ അല്ലാണ്ട് അതിൻ്റെ അകത്ത് പകുതിയും കേടുമായിരിക്കും. അങ്ങനെ സാധനം ഇല്ല, നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും സാറിൻ്റെ ഈ ഫുഡ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അംബിസ്വാമിയുടെ ഉണ്ട്. ഇപ്പോൾ അംബിസ്വാമിയുടെ ഒരു കൾച്ചർ തന്നെയാണ് അംബിസ്വാമിയുടെ ഫുഡിലും ഉള്ളത്. ഇപ്പോൾ മറ്റേ ഓൾമോസ്റ്റ് ഇപ്പോൾ പിന്നെ തമിഴ് ബ്രാഹ്മിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ക്യുലിനറി സ്കിൽസ് അല്ലെങ്കിൽ തന്നെ ഫേമസ് ആണ്. ആൻഡ്
അംബിസാമി ഇവിടെ ലോഞ്ച് ചെയ്തപ്പോഴും ഒക്കെ ഇറ്റ് ബിക്കെയിം ഫേമസ് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രഡീഷൻ. അപ്പം അതുപോലെ ഈ നമ്പൂതിരി ഒരു കൾച്ചറിൻ്റെ ഒരു സ്പിൽ ഓവർ സാറിൻ്റെ ഫുഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, ചെറുപ്പത്തിൽ കണ്ട ഒരു കൾച്ചറിൻ്റെ ഒക്കെ. ഇല്ല, എന്താ അറിയാം, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇങ്ങനെ ഈ യാത്രകളും ഇത് കുറേ തെണ്ടി നടന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു ഒരു വലിയ തോന്നിയാസമായിരുന്നു ഒരു കണക്കിന്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ലെഗാസി ഒന്നും പാചകത്തിൽ അവകാശപ്പെടാനില്ലാത്തൊരു പാരമ്പര്യമുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അങ്ങനെയൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നില്ല. പക്ഷേ അംബിസാമി എന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴത്തെ അംബിസാമിയാണ് മാഡം ഉദ്ദേശിക്കുന്നത്. അംബിസാമിയുടെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അംബിസാമി വേ ഹി ഗ്രൂ ആൻഡ് ബിക്കേം. അത് അംബിസാമി പോയി കഴിഞ്ഞവർ കൂടി അവർക്കൊരു ഭയങ്കര മണ്ടത്തരം പറ്റി. അവർ ആ പേറ്റൻ്റ് ഒരു രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇപ്പോൾ അംബിസാമി എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ഹോട്ടലിലും മറ്റേ ഹാർവസ്റ്റിൻ്റെ. അല്ല, ആര്യാസിന് കുറേ ഉണ്ട്. ആര്യാസ് രജിസ്റ്റേർഡ് ഉണ്ട്, അൺ രജിസ്റ്റേർഡ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പേറ്റൻ്റ് എടുത്തിട്ടില്ല അവർ. ഈ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഗ്രൂപ്പ്, ഹാർവസ്റ്റ് ജിമ്മി എറണാകുളം. പിന്നെ അതുപോലെ ഈ ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് അവരൊക്കെ ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവിടുത്തെ അത് മറ്റേ കുന്താപുര മംഗലാപുരം ആ ഏരിയയിൽ അതിനെ അവർ കൊണ്ടുവന്നു. അതൊരു കീപ്പ് ചെയ്യുന്നുണ്ട് അവർ. സോറി, നമ്മൾ വിട്ടുപോയി. അതായത് ഒരു ജാനുവരി 26 അന്ന് സാറ്റർഡേ ആയിരുന്നു, 27-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ 26-ന് കല്യാണം ഒന്ന് ബുക്ക് ചെയ്ത്. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ല, അവർ രണ്ടുപേരും ദുബായിയാണ്. അപ്പോൾ വന്ന് ബുക്ക് ചെയ്ത് പെണ്ണിൻ്റെ ഈ കുട്ടിയുടെ അമ്മാവനും വേറൊരാളും കൂടി വന്ന് ബുക്ക് ചെയ്ത് അഡ്വാൻസൊക്കെ തന്നു. ഓക്കെ, എല്ലാം ബുക്ക് ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഈ പെണ്ണിൻ്റെ അമ്മാവനുമായിട്ട് കുട്ടിയുടെ അമ്മാവനുമായിട്ട് വേറെ എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേര് ചില ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചൊരു തിരുവനന്തപുരം, അത് ഞങ്ങൾ 27-ാം തീയതിക്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ആരെ ഈ ബുക്ക് ചെയ്ത പാർട്ടി പെണ്ണിൻ്റെ അമ്മാവൻ പറയും. പ്രാക്ടിക്കലി അങ്ങനെ ആയിരുന്നില്ല, 26-ാം തീയതി ആയിരുന്നു പരിപാടി. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇൻട്രാക്ഷൻ ഇയാളുമായിട്ട് മാത്രമേ ഉള്ളൂ, മറ്റോ നമ്മൾ അറിയുന്നില്ല, അവർ ദുബായിലാണല്ലോ. അപ്പോൾ 27th കല്യാണം. അപ്പോൾ 26th രാവിലെ നമ്മളെല്ലാം ലോഡൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ സാധനങ്ങളെല്ലാം ലോഡ് കോണ്ടൂർ ബാക്ക് ക്വാർട്ടേഴ്സാണ് ചങ്ങനാശ്ശേരി. അവിടെ പാത്രങ്ങളൊന്നും ഇല്ല സാർ. അപ്പോൾ എല്ലാം ലോഡ് ചെയ്ത് പച്ചക്കറി വെജിറ്റബിൾസൊക്കെ വേറെ വണ്ടിയിലെടുത്തിട്ട് 9:15 എന്നെ ഈ പെണ്ണിനെ അന്നേരം ആ സമയത്താണ് പെണ്ണിൻ്റെ അച്ഛനെന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. മോഹനൻ നമ്പൂരിയാണ്. അതെ, സദ്യ ഒന്നുമില്ലല്ലോ. ഒരു സദ്യ നാളെയല്ലേ, ഇതാരാ നിങ്ങളോട് പറഞ്ഞു? അല്ല, അമ്മാവൻ പറഞ്ഞല്ലോ എന്ന് പറയാം. അവനങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഞാൻ പറയാം അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. എന്നാൽ അമ്മാനോട് ചോദിക്കാൻ പറയാം. അമ്മാവൻ വന്നില്ല അവിടെ. അമ്മാനറിയാം അമ്മാവൻ പാട് തന്നിട്ട് അപ്പോൾ ഇരിക്കുന്നതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ 600ഓളം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വിനായകാനന്ദ സച്ചിനുണ്ട്, അവരോട് പല ആൾക്കാരോടും പറഞ്ഞ് ഒരു 400 പേർക്കുള്ള ഭക്ഷണം എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് പല ആൾക്കാർക്കും പല സാധനം കൊടുത്തു. കാരണം എന്തെങ്കിലും ഇത് കൊടുക്കട്ടെ. ഇത് കണ്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. നമ്മൾ പെട്ടെന്ന് വല്ലാണ്ട് കൊണ്ട് പ്രശ്നമായി തലകറങ്ങി നമ്മൾ താഴെ വിടും. ICUവിൽ 3 ദിവസം കിടന്നു കാരിത്താസിൽ ഈ വിഷയം. കാരണം നമുക്ക് പെട്ടെന്ന് എൻ്റെ വല്ലാത്ത പ്രശ്നമായി. എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. 10-20 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിക്കുക. കല്യാണം ഡേറ്റ് മാറിപ്പോയി. കാരണം അവർ എൻ്റെ വിഷമമല്ല, അവരനുഭവിച്ചൊരു മാനസിക വിഷമമുണ്ടല്ലോ ആ സമയത്ത്. ഭക്ഷണമില്ല, ഒന്നും ചെയ്യാനില്ല. ആകെ 1 മണിക്കൂർ 11 മണിക്ക് കെട്ട് കഴിയും. 1 മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളാണ് വണ്ടിയൊക്കെ കംപ്ലീറ്റ് ലോഡ് ഇട്ടിരിക്കുക. അങ്ങനൊരു സംഭവം ജീവിതത്തിലുണ്ടാകും. അത് അധികം നാളൊന്നും ആയില്ല, 2018 2018 അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2018 കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്ലഡിന് ശേഷം നടന്ന യുവജനോത്സവത്തിൽ താങ്കൾ പൈസ വാങ്ങാതെ ആലപ്പുഴ നടന്ന യുവജനോത്സവത്തിൽ പൈസ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്നെ ഈ പാചകരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത സംഘടനകളിലൊന്ന് KST. അപ്പോൾ 2010 ഫ്ലഡിന് ശേഷം നടന്ന സംസ്ഥാന കലോത്സവത്തിൽ അവർ ഫ്രീ ആയിട്ട് സാധനങ്ങളെല്ലാവരും മേടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുക, സർക്കാരിൻ്റെ നിന്ന് പൈസ ഒന്നും വാങ്ങുന്നില്ല. അങ്ങനെയാണ് ഞാൻ പൈസ ഒന്നും വാങ്ങാതെ പാചകം ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ഒരു ആ സംഘടനയായിട്ടുള്ളൊരു ധാരണയുടെ പേര് ചെയ്ത് നമ്മൾ. എത്ര വലുതാണ് താങ്കളുടെ സംഘം? എത്ര പേരുണ്ട്? എത്ര വേണേലും നീട്ടാം. റബ്ബറിൻ്റെ കൂട്ടാണ്. കാരണം നമുക്ക് ഇതിക്ക് എത്ര വേണേലും വലിച്ചാൽ കൂട്ടാം. കാരണം ഇതൊരു ഈ സ്ഥിരമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു 70ഓളം ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ 1000 പേരെ വരെ നമുക്ക് ഓൺ ഗോളിൽ സംഘടിപ്പിക്കാൻ പറ്റും. നമുക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഉണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും അതിൻ്റെ ഓരോ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരെ വയ്ക്കും. ഓരോരുത്തർ നിങ്ങൾ ഇത്ര ആൾ വരും, അത്ര നമുക്ക് സംഘടന ചെയ്തു പോകാൻ പറ്റും. ഈ ക്യാപ്റ്റൻസിനെ വയ്ക്കുന്നത് ഏതെങ്കിലും
ഒരു വിഭവം നോക്കാനാണ് അത് ഇത്ര ആൾക്കാർക്ക്. അങ്ങനെയല്ല, നമുക്ക് കിച്ചണിലേക്ക് ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾ കയറ്റില്ല. നമ്മുടെ കിച്ചണിൽ പാചകം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കഷ്ണങ്ങൾ വെട്ടാനോ നാളികേരം തരാനോ പാല് പിഴിയാനോ, കിച്ചണിൽ ഇപ്പോൾ 10,000 പേരെ പരിപാടിക്ക് 2 പേര് മതി കിച്ചണിൽ ശരിക്കും അറിയാൻ. കാരണം അവർ ബാക്കിയെല്ലാം നോക്കിക്കോളും. സാധനങ്ങൾ അടുപ്പിച്ച് കിട്ടാനാണ് താമസം എടുക്കുക. അതിനാണ് ആൾ വേണ്ടത്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് വേണ്ടത്. നുറുക്കാനും അരിയാനും കഴുകാനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് ആവശ്യം. അല്ലാതെ 2 പേര് മതി. 1000 പേർക്ക് ഉണ്ട്, 14 പേർക്ക് ഉണ്ട് മതി. ആ കലോത്സവത്തിന് സാറ് പറഞ്ഞായിരുന്നു, മറ്റേ വിവാദമായ കലോത്സവത്തിന് രാത്രി ഉണർന്നിരുന്ന് അതൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഇത് ഞാനിതൊന്നും അറിയുന്നില്ലായിരുന്നു. നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ചല്ലോ, നോൺ വെജ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, സർക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരെയും കയറ്റി വിടുന്നില്ല, കോമ്പാക്റ്റാക്കി ചുറ്റിനും പോലീസ് കാവൽ പിക്കറ്റ് ഏർപ്പെടുത്തി. ഞങ്ങളുടെ സ്റ്റാഫിനെ പോലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചോദിച്ചിട്ട് പുറത്ത്. കാരണം നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് വല്ല റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടി തോന്നി, അത് എന്തോ സംഭവിക്കുന്നതാണ്. കാരണം നമുക്കറിയാം ഇത് ഓരോരോ ഇവരുടെ ഉള്ള ഓരോ നടപടിക്രമങ്ങളും കാണുമ്പോൾ ഗൗരവമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, 24 hours വാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. പിന്നെ അപ്പം നമ്മളവിടെ ഇരുന്നു. കാരണം അവർ വാച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പോയി കിടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, നമ്മളവിടെ ഇരുന്നു എന്നുള്ളൂ. അതിപ്പോൾ ഈ 23-ന് മാത്രമല്ല, പൊതുവെ സദ്യ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ശത്രുക്കൾ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഉപ്പ് കൊണ്ടിടുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, സദ്യക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാൻ എന്തായാലും ജീവിതത്തിൽ ചെയ്യാറ് അത്തരം കാര്യങ്ങളൊന്നും. പിന്നെ എനിക്കും കിട്ടുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു പകുതി ഒരു പ്രാർത്ഥന, അത് ഞാൻ മുമ്പേ പറയാം. അതൊരു ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ ഇതെല്ലാം ഉണ്ടാവും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കും ഉണ്ടാവും. അല്ലെങ്കിൽ അത്രമാത്രം ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കയറുമെന്നല്ല. നമുക്ക് കാണുമ്പോൾ അറിയാം ആരാന്നുള്ളത്. അപ്പോൾ തന്നെ പിടിച്ച് പുറത്താക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ ആൾക്കാരുണ്ടാവും, എപ്പോഴും കിച്ചണിൽ ആളുണ്ടാവും, 24 മണിക്കൂർ ആളുണ്ടാവും. ഞാനല്ലെങ്കിൽ വേറെ 4 പേരെ നിർത്തിയിട്ടുണ്ടാവും എപ്പോഴും. അത് ഈ ഞാൻ പറയാം, യാത്ര നടന്നിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടക്കുക. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടക്കുമ്പോൾ അന്ന് കിടക്കാൻ പ്രധാന കാരണം അന്ന് മജസ്റ്റിക്കിൽ പെട്ടെന്നൊരു ബസ് സ്ട്രൈക്ക് വന്നു. എനിക്ക് അൾസൂർക്കാണ് പോകേണ്ടത്. ബസ് സ്ട്രൈക്ക് ഒന്നും പോകാൻ വഴിയില്ല. പിന്നെ കിടക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒരു അടുത്ത് നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ കിടക്കാം. ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചോർന്ന് പറഞ്ഞാൽ ഉറക്കം നിലവിളിക്കുന്ന ഒരു സ്ത്രീ നോക്കിയപ്പോൾ അവർ ആ സ്ത്രീയുടെ ബാഗും തട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുത്തൻ ഓടി വരും ദൂരെ നിന്ന്. ആരും മൈൻഡ് ചെയ്യുന്നത്. എനിക്ക് അത്ഭുതം തോന്നി, ഒരാളും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒച്ചകെട്ടണി ചാടിയുണ്ട്, പതിനും ഓടി വരുന്നതിന് എനിക്ക് തോന്നി കഷ്ടമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിൻ്റെ ആകെ സമ്പാദ്യമായിരിക്കാം ബാഗ്. ഞാനൊക്കെ എൻ്റെ ഞാൻ കിടക്കുന്ന ഒരു ബെഞ്ചല്ല അറിയാം, ആ സൈഡിലിരിക്കുന്ന ബെഞ്ചിൻ്റെ സൈഡിൽ ഒരു ട്രോളി ഇരിപ്പുണ്ട്. ഇവൻ അടുത്ത് വരെ ഞാൻ ട്രോളി പതുക്കെ മുന്തി ഇട്ടു. അപ്പോൾ വന്ന വഴിക്ക് കാല് ട്രോളിയെ തട്ടിയിട്ട് അവൻ തെറിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് വീണു. പിന്നെ അവൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ അന്നേരത്തെ ഇത്രയൊക്കെ ലഹളയായപ്പോൾ കുറേ ആൾക്കാർ ഓടിക്കൂടി അവനെ പിടിച്ചിട്ട് 2 അടിയും വെച്ച് കൊടുത്ത് ആ ബാഗ് മേടിച്ചാൽ എനിക്ക് കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടു. അവരെനിക്ക് 50 രൂപ തന്നു. ആ 50 രൂപ ഒന്നും വലിയ സഹായമായി, വേറെ പൈസ ഒന്നും കയ്യിലില്ലായിരുന്നു. അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ അത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അവർ കൂടെ നിന്ന് പഠിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് എടുത്തു കൊടുക്കാവുന്ന സാധനം അല്ലല്ലോ. ലെറ്റ് ദം കം ആൻഡ് ഫീൽ. എങ്ങനെ സത്യം പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ഒന്നും കൂടെ മനസ്സിലായി. ആദ്യം ചോദിച്ചത് ഇതാണ്, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതെന്ന്. അനിൽ ചോദിച്ച ചോദ്യത്തിൽ ഇത് ആർക്കും നല്ലൊരു കുക്കാവാൻ പറ്റുമോ? ആർക്കും നല്ലൊരു കുക്കാവാൻ പറ്റില്ല. അതിനൊരു ഗ്രേസ് വേണം നമുക്ക്. കാരണം അത് ചെയ്യുന്ന ആൾക്ക് ഞാനൊരു കുക്കാവണം എന്നൊരു മോഹം ഉണ്ടാവണം ഉള്ളിൽ ആദ്യം തന്നെ. അതിൻ്റെ ആദ്യമൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ കണ്ടുപോകാനും ഇതൊക്കെ ഉണ്ടാവാം ഒരുപക്ഷെ. പക്ഷേ നല്ലൊരു ഷെഫ് ആവണം എന്ന് മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ വന്നാൽ നമ്മൾ പഠിപ്പിക്കാം അതിൻ്റെ കാര്യങ്ങൾ നല്ലോണം. എന്താ ഒരു നല്ല പാചകക്കാരന് വേണ്ടി ഏറ്റവും നല്ല ഗുണം എന്താണ്? വൃത്തി, ഡെഡിക്കേഷൻ, പിന്നെ ഈ കിട്ടുന്നതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാവാണ്ടിരിക്കുക. എനിക്കത്ര കിട്ടും എന്നാലോചിച്ച് പണിക്കിറങ്ങിയാൽ ഒന്നും കിട്ടിയില്ല, ഉള്ളത് പോവുള്ളൂ. നമ്മൾ നല്ല വൃത്തിയോടും കൂടി നന്നായിട്ട് ഡെഡിക്കേഷനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ വന്നുള്ളൂ പൈസയൊക്കെ. ഒരു പൈസ ഒരാളോട് ചോദിക്കണ്ട. നമ്മൾ ഈ പാചകത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കൈപുണ്യം എന്നുള്ളത്. അതാണ് ഗ്രേസ് ഞാൻ ഉദ്ദേശിച്ചത്. കൈപുണ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമല്ല. അത് പ്രവൃത്തിയിലൂടെ മാത്രം വന്നു ചേരുന്നൊരു കാര്യം. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ കൈനോട്ടക്കാരനെ കൈ കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്?
നമ്മുടെ ഫ്രെയിം ഓഫ് മൈൻഡ് ഒരു കൈനോട്ടക്കാരൻ നമ്മുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുന്ന ചിലർ പറയാം. അപ്പോൾ ആ ഒരു ഈ കയ്യിലുള്ള സംഭവം ഒരാൾ നോക്കി പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ മാറിക്കൊള്ളുന്നൊന്നുമില്ല. നമ്മൾ കയ്യിലെടുത്ത് ഇടുന്ന സംഭവം ഈ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കൊണ്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഇത് കഴിക്കുന്ന ആൾക്കൊന്നും വരരുതേ എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അതുള്ള ഒരാൾക്ക് ഇത് പാചകം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനോടൊപ്പം എനിക്ക് ഇന്ന് എത്ര രൂപ കിട്ടും, രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര രൂപ കിട്ടും, അങ്ങനെ ചിന്തിച്ച ഒരാളൊന്നും അവനൊരു പൈസ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വന്നാൽ ഇറങ്ങി പോവുള്ളൂ. നമ്മൾ നന്നായിട്ട് ഇത് നോക്കി ഇങ്ങോട്ട് വരും പൈസയുള്ള. ഈ പൈസേന്റെ മാത്രമല്ല, അതല്ലാതെ തന്നെ ഇപ്പൊ രണ്ടുപേര് ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാചകം ചെയ്യുക എങ്കിലും രണ്ട് രീതിയിലാണല്ലോ അത് വരിക, ഒരേ അളവുകളൊക്കെ ആണെങ്കിൽ. അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരേ ഇതിനെല്ലാം ഒരു കണക്കുണ്ട്. ഈ കണക്ക് പേപ്പറിൽ എഴുതി കൊടുക്കുക, 10 പേരെ കൊണ്ടൊരു സാധനം ഉണ്ടാക്കിപ്പിച്ചാൽ 10 ടേസ്റ്റ് ആയിരിക്കും. അത് പറഞ്ഞാൽ അതിൻ്റെ ഗ്രേസ്, ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞ സംഭവമാണ്. അത് നമുക്ക് ഒന്ന് നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ കുടുംബത്തിനല്ല നമുക്ക് കിട്ടുന്ന ചില പോസിറ്റീവ് കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആവാൻ പറ്റുമായിരിക്കും നല്ലതാണ്. പിന്നെ ഇത് നിരന്തരമായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട്. ഇപ്പോഴും എന്തുമാത്രം പഠിക്കാനുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കാൻ എന്തുമാത്രം പഠിക്കാനുണ്ട്. ഇനിയൊരു 30 കൊല്ലങ്ങൾ, എനിക്കിപ്പോൾ 7 വയസ്സായി, 100 വർഷം ആയപ്പോലും ഈ വെജിറ്റേറിയൻ പാചകത്തിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മാത്രം പഠിക്കാനുണ്ട് ഓരോന്നിനെക്കുറിച്ച്. കഴിക്കാനല്ല, പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്? പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം പഴപ്രഥമനും പാലടയും. കാരണം രണ്ടിനും കൂടുതൽ സമയം എടുക്കുകയാണ്. കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ആ റിസൾട്ടും വരുന്നുണ്ട്. ബുദ്ധിമുട്ടും ഇഷ്ടവും രണ്ടും ഒന്നാണ്. ബുദ്ധിമുട്ടല്ല, അത് ആ ഇഷ്ടത്തിനൊരു രസമുണ്ട്. നമുക്ക് നമ്മുടെ ആ രീതിയിലേക്ക് അതിൽ അത്രയും സമയം ജോലി എടുത്തിട്ട് ഫിനിഷ്ഡ് ആയി വരുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളെ നോക്കി ചിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും മൊത്തം. കാരണം അത് അത്ര സമയം എടുത്തിട്ടാണ് ഒരു കുട്ടിക്കൊരു ബർത്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അത്രയും സമയം എടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ അത് കിട്ടും. എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് എനിക്കറിയില്ല. ഡിസപ്പോയിൻമെന്റ് വരാറില്ലേ? നമ്മൾ ഇത്രയും സമയമൊക്കെ എടുത്ത് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല വന്നതെന്ന് അങ്ങനെ വരാറുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഇത്ര സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ വരും, വരാണ്ടിരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് വിചാരിച്ചാലോ വന്നില്ല പറയാൻ പറ്റില്ല. അത് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ അത്രമാത്രം എൻ്റെ ഓരോ നഴ്സിനും കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മളങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഇത്ര സമയം എടുത്തിട്ട് ഇന്ന രീതിക്ക് നമ്മൾ ചെയ്ത് ഇന്ന കളർ കോമ്പിനേഷൻ വരെ അതിന് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടും, ഒരിക്കലും കിട്ടാതിരിക്കില്ല. അല്ലേ അവിടുന്ന് നമ്മൾ കണ്ടെത്തുക, നമ്മുടെ ശ്രദ്ധ മാറിയാൽ തീർന്നു കേട്ടോ. ശ്രദ്ധയോട് കൂടി നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. 30 വർഷമായിട്ട് പാചകം ചെയ്യുന്നു. 37 വർഷം 80,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി, പ്രൈം മിനിസ്റ്റർക്ക് ഭക്ഷണം ഉണ്ടാക്കി. എന്താണ് ഇനി അടുത്ത പാചകക്കാരൻ നിലയ്ക്കുള്ള ഒരു അൾട്ടിമേറ്റ്? അല്ല, ഒരു പാചകക്കാരൻ എന്നുള്ള നിലയ്ക്ക് അൾട്ടിമേറ്റ് അടിക്കൊന്നുമില്ല. കാരണം കിട്ടാവുന്നതിൻ്റെ എല്ലാ കിട്ടിക്കഴിഞ്ഞു. 2,60,00,000 കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഇതുവരെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കഴിയും. കേരളത്തിലെ ജനസംഖ്യയുടെ 70% ഞാൻ ഭക്ഷണം കൊടുത്തു കഴിയും. ഞാനന്ന് അതൊരു വലിയ അച്ചീവ്മെൻ്റ് അല്ല. ഞാൻ ആഫ്റ്റർ ഓൾ അതിനെക്കുറിച്ച് പഴയടത്തിൻ്റെ സദ്യ കഴിക്കാതെ ആരും കേരളീയരായിട്ടുണ്ടാവില്ല എന്നുള്ള അവസ്ഥ. ഞാൻ ആദ്യം പാചകം തിരഞ്ഞ സമയത്ത് 1ാം ക്ലാസ്സിൽ ചേർന്ന പാർട്ടി ഇപ്പോൾ ഡോക്ടറായിട്ട് നടക്കുന്നുണ്ട്. 25 വർഷം കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു വലിയൊരു അനുഭവമല്ല സാർ. എന്ത് വലിയൊരു അനുഭവം അത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പോലും അറിയാണ്ട് ഒരു ആത്മഹർഷം നമുക്ക് തോന്നും, വല്ലാണ്ട് തോന്നാണ്. ആദ്യമൊക്കെ തോന്നിയാണ്. ആദ്യമൊക്കെ നമ്മൾ നാളികേരം ചിരകി കൈയൊക്കെ പൊട്ടി വിറകൊക്കെ ചെന്ന് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ നല്ലോണം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വയം നമ്മുടെ പ്രസൻറ്റേഷന് അല്ലെങ്കിൽ സംസാരത്തിലെ പെരുമാറ്റത്തിലെ എല്ലാം നമ്മൾ തന്നെ മാറിക്കഴിയും. നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറിക്കഴിയും. മറ്റ് പാചകക്കാരെ ആൾക്കാരെങ്ങനെ കാണുന്നു എന്നുള്ള ബോധവും കൂടി നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പാചകക്കാരനല്ല, നമ്മളിത് ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ മറ്റുള്ള ജോലിക്ക് പോലെ നമ്മൾ ചെയ്യുന്ന നല്ലൊരു ജോലിയാണ്. ആ ജോലിക്ക് അതിൻ്റേതായ ഒരു ഡിവൈനിറ്റി ഉണ്ട്, അതിൻ്റേതായ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഉയർച്ച നമുക്ക് ഉണ്ടാകണം എന്നൊരാഗ്രഹം കൂടി വെച്ച് ജോലി ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു നിരാശയും തോന്നുന്നില്ല. ആദ്യകാലത്ത് ഇപ്പോൾ 30 വർഷം മുൻപ് ഒരു പക്ഷേ തോന്നിയിരുന്നിരിക്കാം. പക്ഷേ കാരണം അന്ന് ഒരു വൈറ്റ് കോളർ ജോബ് ആലോചിച്ച് കുറേ നടന്നിട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം. ഇപ്പോൾ അതൊക്കെ മാറി. അന്ന് ജോലി കിട്ടുന്നെങ്കിൽ 60 വയസ്സ് പെൻഷൻ മേടിച്ച് എവിടെയെങ്കിലും കുത്തിയിരിക്കുമായിരുന്നു. നമുക്കിപ്പോഴും എത്ര ലൈവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയൊരു 10 കൊല്ലം കൂടി നമുക്ക് ജോലി എടുക്കാം. ഇനിയൊരു 2 അംഗത്തിന് വാല്യൂ ഉണ്ട് ശരിക്കും, ചെയ്യാൻ പണിയെടുക്കാം.